ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ ട്രൂ ലിവിങ് ബൈ മിന്നു. ഇന്ന് ഒരു DIY വീഡിയോ ആണ്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറച്ച് ഇയറിങ്സ് നമുക്ക് വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കാം എന്നാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഒട്ടും താമസിക്കാതെ തന്നെ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ക്ലേ വെച്ചിട്ടാണ് ഞാൻ ഈ ഇയറിങ്സ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി ക്ലേ വേണം. അപ്പം ഞാൻ ലാസ്റ്റ് ക്ലേ DIY വീഡിയോയിൽ കാണിച്ച പോലെ തന്നെ എൻ്റെ കയ്യിൽ ഒരു ടെറാക്കോട്ട കളറ് ക്ലേ ഉണ്ട്, വൈറ്റ് ക്ലേ ഉണ്ട്, പിന്നെ ഒരു യെല്ലോ ക്ലേയും ഉണ്ട്. പിന്നെ അത് പ്രസ് ചെയ്യാനായിട്ട് നമുക്ക് ഒരു ചപ്പാത്തി പലയോ എന്തെങ്കിലും എടുക്കുക. അതിന് ശേഷം ഇച്ചിരി വാട്ടർ എടുക്കുക സ്മൂത്തനൊക്കെ ചെയ്യാനായിട്ട് എഡ്ജസൊക്കെ. പിന്നെ കുറച്ച് ഷേപ്സ് കട്ട് ചെയ്തെടുക്കാനായിട്ട് നിങ്ങളുടെ കയ്യിലുള്ള എന്തെങ്കിലും. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന വാനില എസൻസ് ഒക്കെയാണ്. അതൊക്കെ ആകുമ്പോൾ ചെറിയ ക്യാപ്പാണല്ലോ അതിന്. പിന്നെ എസെൻഷ്യൽ ഓയിൽസിൻ്റെ ക്യാപ്പ് എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇതൊക്കെ യൂസ് ചെയ്യുമോയെന്ന് അറിയില്ല, ഞാൻ ചുമ്മാ കുറച്ച് എടുത്ത് വെച്ചു ഷേപ്സൊക്കെ. പിന്നെ നൈഫ് എടുത്തിട്ടുണ്ട് കട്ട് ചെയ്യാനായിട്ട്. പിന്നെ ഇതെല്ലാം എടുത്ത് വെക്കാനായിട്ട് ഒരു ട്രേയും ഉണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ടെറാക്കോട്ട കളറിൻ്റെ ക്ലേയുടെ ചെറിയൊരു ക്വാണ്ടിറ്റി എടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് റൗണ്ടായിട്ടൊന്ന് പ്രസ് ചെയ്തെടുക്കുവാണ്. അപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കുറച്ച് ഐഡിയാസാണ് തരുന്നത്. നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ചെയ്യണമെന്നൊന്നുമില്ല. നിങ്ങളുടെ ഇമാജിനേഷൻ അനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഇയറിങ്സ് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ഈസി ആയിട്ട്. അപ്പോൾ ഞാൻ ആ വാനില എസൻസിൻ്റെ അടപ്പ് വെച്ചിട്ട് രണ്ട് പ്ലെയിൻ നമ്മുടെ ബേസിക് സ്റ്റഡ് രീതിയിൽ രണ്ട് ഇയറിങ്സിനുള്ളത് കട്ട് ചെയ്തെടുത്ത് മാറ്റി ട്രെയിൽ വെക്കുവാണ്. ഞാൻ ഈ വീഡിയോയിലെല്ലാം കാണിക്കുന്ന എല്ലാം തന്നെ സ്റ്റഡ് ഇയറിങ്സ് ആണ്. കാരണം എൻ്റെ ഹാങ് ചെയ്യുന്ന ടൈപ്പ് ആ ഹാങ്ങർ ഇല്ലായിരുന്നു. മറ്റേ ഇയറിങ്സിൻ്റെ ജ്വല്ലറി നമുക്ക് കിറ്റ് മേടിക്കുമ്പോൾ നമുക്ക് കിട്ടുമല്ലോ. കാരണം ഇവിടെ ഞാൻ 1-2 കടയിലൊക്കെ ചോദിച്ചിട്ട് ഇയറിങ്സ് മേക്ക് ചെയ്യുന്ന അങ്ങനത്തെ ടൈപ്പ് സംഭവങ്ങളൊന്നും എനിക്ക് കിട്ടിയില്ല. അപ്പോൾ നിങ്ങൾക്ക് നാട്ടിൽ സുലഭമായിട്ട് കിട്ടും, സ്റ്റേഷനറി കടയിലോ മറ്റേ ഒക്കെ അങ്ങനത്തെ ജ്വല്ലറി മേക്കിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ അതുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹാങ് ചെയ്യുന്നതും ഇതുപോലെ തന്നെ നിങ്ങൾക്ക് പല രീതിയിൽ പല ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം ബേസിക്കായിട്ടൊരു റൗണ്ട് ഷേപ്പിൽ ഉണ്ടാക്കിയെടുത്ത് വെച്ചു, മാറ്റി ട്രെയിലോട്ട് വെച്ചു. അടുത്ത് ഞാൻ ഈ ടെറാക്കോട്ടയെ തന്നെ യെല്ലോ മിക്സ് ചെയ്തിട്ട് അപ്പോൾ ഒരു മാർബിൾ എഫക്റ്റൊക്കെ കിട്ടുമെന്ന് വിചാരിച്ച് ഞാൻ ചെയ്യുന്നതാണ്. പക്ഷേ ഈ കളേഴ്സ് എല്ലാം തന്നെ നമ്മൾ ഡ്രൈ ആയി നമ്മൾ എടുക്കുമ്പോഴത്തേന് ഈ കളേഴ്സ് എല്ലാം തന്നെ ഫെയ്ഡാവും. അതുകൊണ്ട് തന്നെ ഞാൻ അവസാനം ഈ ക്ലേ എല്ലാം തന്നെ ഡ്രൈ ആയതിനു ശേഷം ഞാൻ പെയിൻറ്റ് ചെയ്തെടുക്കുമായിരുന്നു. അപ്പോഴാണ് എനിക്ക് നല്ലൊരു കളർഫുള്ളായിട്ട് കിട്ടിയത്. കാരണം ഈ കളറൊന്നും തന്നെ നമുക്ക് ഡ്രൈ ആയിട്ട് കിട്ടുമ്പം ഭയങ്കര ഒരു എടുപ്പില്ല. അതുകൊണ്ട് ഞാൻ അവസാനം എല്ലാ എൻ്റെ ഇയറിങ്സും കളർ ചെയ്ത് തന്നെ എടുക്കുമായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഒന്നും ആവശ്യം വന്നില്ല ശരിക്കും. അപ്പം ഞാനിതിപ്പം അങ്ങനെ ഒന്ന് രണ്ടും കൂടെ ഒക്കെ മിക്സ് ചെയ്തൊക്കെ നോക്കുവാണ്. അപ്പോൾ നമുക്കിതുപോലെ ജ്വല്ലറീസ് ഉണ്ടാക്കാനായിട്ട് പല ക്ലേയുടെ ആവശ്യമൊന്നുമില്ല. ഏതെങ്കിലും ഒരു കളറ് ക്ലേ മതിയാവും, വൈറ്റ് ആയിരിക്കും നല്ലത്. അത് കഴിഞ്ഞ് നമുക്ക് ഇഷ്ടമുള്ള കളറ് പെയിൻറ്റ് ചെയ്തെടുത്താൽ മതിയാവും. പിന്നെ റഫായിട്ടുള്ള എഡ്ജസൊക്കെ നമുക്ക് വാട്ടർ വെച്ചിട്ട് നന്നായിട്ട് സ്മൂത്തൻ ചെയ്തെടുക്കാം കേട്ടോ. ഇനി അടുത്തത് ഞാനിതുപോലെ തന്നെ പല ഷേപ്പ്, ഒരു യെല്ലോ ക്ലേ ആദ്യം പ്രസ് ചെയ്തിട്ട് പല ഷേപ്പിൽ അത് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് ആ ചെറിയ ചെറിയ പീസ് സെപ്പറേറ്റ് ചെയ്യുവാണ്. അപ്പം ഇതിൻ്റെ ഒന്നും ആവശ്യം അവസാനം ക്ലേ ഡ്രൈ ആയി കിട്ടിയപ്പം ഇതൊന്നും ശരിക്ക് തെളിഞ്ഞ് കാണുന്നില്ലായിരുന്നു. പിന്നെ ഞാൻ അത് കളർ ചെയ്തെടുക്കുമായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഒന്നും ആവശ്യം വന്നില്ല. ഞാൻ പിന്നെ ചെയ്ത പ്രോസസ്സ് നിങ്ങളെ കാണിക്കുന്നതേ ഉള്ളൂ. അതാണ് സ്പീഡിൽ ഞാൻ ഫോർവേഡ് ചെയ്യുന്നത്. അങ്ങനെ വൈറ്റ് ക്ലേയിൽ യെല്ലോ പീസസ് വെച്ച് അത് പ്രസ് ചെയ്തെടുത്ത് അതിൻ്റെ ഒരു റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്ത് ഞാൻ അതും ട്രെയിലോട്ട് വെച്ചിട്ടുണ്ട്. അടുത്തത് ഞാനൊരു റെക്റ്റാങ്കിൾ പീസ് കട്ട് ചെയ്തെടുക്കുവാണ്. നിങ്ങൾക്ക് കാണാം നല്ല ഷേപ്പിലൊരു റെക്റ്റാങ്കിൾ പീസ് കട്ട് ചെയ്തെടുത്തിട്ട് അതും ഞാൻ ട്രെയിലോട്ട് മാറ്റുവാണ്. അതിനുശേഷം ടെറാക്കോട്ടയുടെ ക്ലേ എടുത്തിട്ട് ഞാൻ ആ ചെറിയ എസെൻഷ്യൽ ഓയിലിൻ്റെ ബോട്ടിലിൻ്റെ അടപ്പ് വെച്ചിട്ട് 2 ചെറിയ സർക്കിള്, ചെറിയ റൗണ്ട് ഷേപ്പ് കട്ട് ചെയ്തെടുത്തു. അതിനുശേഷം ആ ചെറിയ റൗണ്ട് ഷേപ്പും റെക്റ്റാങ്കിൾ ഷേപ്പൂടെ ഞാൻ ജോയിൻ ചെയ്യുവാണ്. അത് വെള്ളം തളിച്ചാണ് ജോയിൻ ചെയ്തത്. അപ്പോൾ നന്നായിട്ട് ഒട്ടിക്കോളും കേട്ടോ, ക്ലേ ആയതുകൊണ്ട് വെള്ളം തളിച്ചാൽ മതി. അപ്പം അങ്ങനെ ഒരു ഷേപ്പ് ഉണ്ടാക്കിയെടുത്തു. പിന്നെ ഞാൻ ടെറാക്കോട്ടയുടെ തന്നെ ക്ലേ എടുത്തിട്ട് അത് നന്നായിട്ട് കയ്യിൽ റോള് ചെയ്തിട്ട് എടുത്തു. കയ്യിൽ നമ്മളിങ്ങനെ നല്ലതായിട്ട് റോൾ ചെയ്തെടുത്തതിന് ശേഷം അതൊരു ആർച്ച് ഷേപ്പിൽ അത് രണ്ടും ഒരുപോലെ തന്നെ വെച്ചിട്ട് അത് ഈക്വലായിട്ട് കട്ട് ചെയ്തെടുത്തു, സെയിം സൈസിൽ. അപ്പം ഇങ്ങനത്തെ ആർച്ച് ഇയറിങ്സ് ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആണ്. അപ്പോൾ അതൊന്ന് മിമിക്ക് ചെയ്യാൻ നോക്കിയതാണ്. പിന്നെ ഞാൻ അതിൻ്റെ തന്നെ ഒരു സ്റ്റഡ് പോലെ അതും ഉണ്ടാക്കിയെടുത്തു. അതിനുശേഷം അത് രണ്ടും കൂടെ നമ്മുടെ വെള്ളം ഉപയോഗിച്ചിട്ട് ടച്ച് ചെയ്ത് അത് രണ്ടും ഒട്ടിച്ചെടുക്കുവാണ്.
അടുത്തത് ഞാൻ കുറച്ച് വലിയ ഷേപ്പിൽ റൗണ്ട് ഇതിൽ കട്ട് ചെയ്തെടുത്തതിന് ശേഷം അതിൻ്റെ നടുക്ക് അതിൻ്റെ ചെറിയ സൈസ് റൗണ്ട് ഷേപ്പ് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്, ഒരു ഡോണറ്റൊക്കെ പോലെ. എന്നിട്ട് അതിൻ്റെ റഫ് എഡ്ജസൊക്കെ ഞാൻ വെള്ളം തളിച്ച് നല്ല സ്മൂത്തനാക്കുവാണ്. അതായിരുന്നു അടുത്ത ഷേപ്പ്. അടുത്തത് ഞാനൊരു സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ എഡ്ജസ് ഒരു ട്രയാങ്കിൾ രീതിയിൽ കട്ട് ചെയ്തെടുക്കുകയാണ്. അതാണ് അടുത്ത ഷേപ്പ്. അപ്പോൾ ഞാൻ ഷേപ്സ് എല്ലാം കട്ട് ചെയ്തെടുത്തു, ട്രെയിൽ വെച്ചു. ഇനി നമുക്ക് 24 hours ഇത് ഡ്രൈ ആവാനായിട്ട് വെക്കാം. അപ്പോൾ 24 hours കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ അതാ നെക്സ്റ്റ് ഡേ ആയി. അപ്പം ഇതാ നല്ല കല്ല് പോലെ ആയിട്ടുണ്ട്, നല്ല ക്ലേ എല്ലാം നല്ല ഹാർഡനായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാം മിക്ക ക്ലേയുടെ ആ ടെറാക്കോട്ടയുടെ കളർ ഭയങ്കരമായിട്ട് ഫെയ്ഡായി. ടെറാക്കോട്ടയാണെന്നേ പറയുന്നില്ല. അപ്പം പിന്നെ ഞാൻ ഓർത്തു എല്ലാം ഒന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാം, നമ്മുടെ ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ പെയിൻറ്റ് ചെയ്തെടുക്കാമല്ലോ, അതായിരിക്കും നല്ലതെന്ന് തോന്നി. അപ്പം ഞാൻ എല്ലാം പെയിൻറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ പല കളർ മിക്സ് ചെയ്തിട്ടുണ്ട്. ടെറാക്കോട്ട, ഗോൾഡ് കളർ, ബ്ലാക്ക്, വൈറ്റ്, സീ ഗ്രീൻ കളർ, അങ്ങനെ പല കളർ മിക്സ് ചെയ്തു. ഞാൻ എല്ലാത്തിനും പെയിൻറ്റ് ചെയ്തു. പിന്നെ പെയിൻറ്റിങ് ഒന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളെ കാണിക്കില്ല, ഞാൻ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് പെയിൻറ്റ് ചെയ്യാം. അപ്പം നമ്മളെല്ലാം കംപ്ലീറ്റ് ചെയ്തു. അങ്ങനെ നമ്മൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറച്ച് ഇയറിങ്സ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. നിങ്ങൾക്ക് കാണാം ഗോൾഡ് സ്റ്റഡാണ്, പ്ലെയിന്, അങ്ങനെ പല രീതിയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട കളറിന് നിങ്ങളുടെ ഡ്രസ്സിനൊക്കെ മാച്ച് ചെയ്യുന്ന പോലെയൊക്കെ നിങ്ങൾക്ക് കളർ ചെയ്തെടുക്കാവുന്നതാണ്. പിന്നെ ഇതിനി നമുക്ക് ചെവിയിൽ ഇടണമല്ലോ, അതിനുവേണ്ടി നമുക്കിതിന് ബാക്കിൽ ആ കൊളുത്ത് വെക്കണം. അപ്പോൾ ആ കൊളുത്ത് എനിക്ക് കിട്ടിയില്ല. ഞാനിവിടെ ഒരുപാട് കടയിൽ അന്വേഷിച്ചു, എനിക്ക് ആ കൊളുത്ത്, ഇയറിങ്, അങ്ങനെ ജ്വല്ലറി മേക്കിങ്ങിൻ്റെ ഒന്നും തന്നെ എനിക്ക് ഇവിടുന്ന് കിട്ടിയില്ല. അപ്പോൾ എനിക്ക് കിട്ടിയൊരു ബുദ്ധിയാണിത്. ഇതൊരു നമ്മുടെ പിന്നാണ്, സ്റ്റേഷനറി പിന്നില്ലേ നമുക്ക് പേപ്പറിലൊക്കെ പിൻ ചെയ്ത് വെക്കുന്ന അങ്ങനത്തെ ടൈപ്പ് പിന്നാണ്. ഇതിന് നല്ല ലെന്ത് ഉണ്ട് കേട്ടോ. ഞാൻ ജസ്റ്റ് ചുമ്മാ നോക്കിയപ്പോൾ നല്ല ലെന്ത് ഉണ്ട്, നമുക്ക് ചെവിയിൽ ഇടാൻ പറ്റുന്ന ആ ടൈപ്പ് ലെന്ത് ഉണ്ട്. അപ്പോൾ ഇത് ഞാൻ ഇതിനെല്ലാം ബാക്കിലായിട്ട് ഒരു ഫെവിക്വിക്ക് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുവാണ്. അങ്ങനെ സൂപ്പർ ഗ്ലൂ വെച്ചിട്ട് ഞാൻ ഈ പിന്ന് ഇയറിങ്സിൻ്റെ എല്ലാം ബാക്കിൽ സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ കയ്യിൽ ജ്വല്ലറി കിറ്റിൻ്റെ ഐറ്റംസ് ഉണ്ടെങ്കിൽ ഇതിൻ്റെ ആവശ്യമില്ല കേട്ടോ. ഇത് സ്കിപ്പ് ചെയ്തേക്കുക, നിങ്ങളത് വെച്ചിട്ട് തന്നെ ചെയ്താൽ മതിയാവും. അപ്പം എൻ്റെ കയ്യിൽ അതില്ലാഞ്ഞുകൊണ്ടാണ് ചെയ്തത്. അങ്ങനെ എല്ലാം നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. Shaken but not stirred, just a lesson that I've learned, and so it goes. Tables turn, you're on your own. When I think about the way we used to be, when I think about the things you took from me, I know that I am so much better. അപ്പോൾ ഇയറിങ്സ് എല്ലാം ഞാൻ ഓരോന്നായിട്ട് കാണിച്ചിട്ടുണ്ട്, പിന്നെ ഞാൻ കാതയിലിട്ടിട്ടും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് കാണണമെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ഓൾ ഫോർ വാച്ചിങ് മൈ വീഡിയോ. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ യൂട്യൂബ് ചാനൽ. സീ യു ഓൾ. ബൈ.